മെഡിക്കൽ സയൻസോ പ്രകാരം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ മരിക്കുവാൻ കഴിയും? ഒന്നാമത്തെ ചോദ്യം. ആക്സിഡന്റിലൂടെയോ വെന്റിലേറ്ററിലോ ICUയിലോ കിടക്കുന്ന ഒരു രോഗി, അവന്റെ ബോധം പോവുകയും ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ജീവിച്ചിരിക്കെ മരിച്ച വ്യക്തിയാണെന്ന് പറയാം. അവന് കാഴ്ചയില്ല, കേൾവിയില്ല, ബുദ്ധിശക്തിയില്ല, കഴിക്കുവാൻ കഴിയില്ല. അപ്പോൾ അവൻ ജീവിച്ചിരിക്കെ മരിച്ച വ്യക്തി, മെഡിക്കൽ സയൻസ് പ്രകാരം. പക്ഷേ സത്യവേദ പുസ്തകം നിരീക്ഷിക്കുമ്പോൾ ഇത് അങ്ങനെയല്ല കാണുവാൻ കഴിയുന്ന. ജീവിച്ചിരിക്കുമ്പോൾ മരിച്ച വ്യക്തി ഒന്ന്, അതിനുശേഷം നമുക്ക് കാണുന്നത് മരിച്ച ശേഷം ജീവിച്ചിരിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമാണ്, എന്താണ് മരണം? പ്രിയമുള്ളവരെ, ഈ ഉലകത്തിൽ ഇന്ന് 7 വൻകരകളിലായി 5 മഹാസമുദ്രങ്ങളിലായി 196 രാജ്യങ്ങളായി 850 കോടി മനുഷ്യർ ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു. 850 കോടി മനുഷ്യർ. നാളെ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ 850 പേരും കോടി ആൾക്കാരും മരിക്കും. ഇന്നലെ ഈ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ ജീവിച്ചിരുന്നു, അവർ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു. അപ്പോൾ മനുഷ്യന് ഒരു ജനനമുണ്ട്, മനുഷ്യനൊരു മരണമുണ്ട്. ഒരു മനുഷ്യന്റെ ജനനമെന്ന് പറയുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് 9 മാസം 9 ദിവസം 9 വിനാഴിക കഴിഞ്ഞിട്ട് ഒരു മകൻ പുറത്തു വരുന്നു. ഇതിനെ അവന്റെ ഭൗതികമായിട്ടുള്ള ജനനം എന്ന് പറയുമ്പോൾ ഇതിനെ അവന്റെ ഒന്നാമത്തെ ജനനം. അതിനുശേഷം ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടു പോകുന്ന രണ്ടാമത്തെ അവസ്ഥ, ഇതിനെ ഒന്നാമത്തെ മരണം എന്ന് പറയുന്നു. ഇതാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യന്റെ ജീവിതം. ഒരുവൻ ജനിക്കുന്നു, ഒരുവൻ ജീവിക്കുന്നു, ഒരുവൻ മരിക്കുന്നു. ഇത് എല്ലാവരും മരിക്കുന്നു. രാജാക്കന്മാരും നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും സിനിമാ നടന്മാരും നമ്മളെല്ലാവരും ഇന്നില്ലെങ്കിൽ നാളെ ഈ ലോകത്ത് മരിക്കേണ്ടതാകുന്നു. അപ്പോൾ ഒന്നാമത്തെ ജനനവും ഒന്നാമത്തെ മരണവും എന്താണ് നമ്മൾ കണ്ടു. ഇതിനെ ഭൗതികമായിട്ടുള്ള ജനനമെന്നും ഭൗതികമായിട്ടുള്ള മരണം എന്നും പറയുന്നു. എങ്കിലും നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് ഇതുവരെയ്ക്കും എത്തിയിട്ടില്ല. ജീവിച്ചിരിക്കെ ഒരു വ്യക്തിക്ക് എങ്ങനെ മരിക്കുവാൻ കഴിയും? ഏറ്റവും പ്രശസ്തമായ ചോദ്യമാണ്. പ്രിയമുള്ളവരെ, ഒരു വ്യക്തി ഈ ലോകത്ത് ജനിച്ച് വീഴുന്നത് പാപത്തോട് കൂടിയാണ്. ഇതിനെ ജന്മപാപം എന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താണ് പാപം? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജനിക്കുമ്പോൾ തന്നെ പാപത്തിൽ ഉരുവാകാൻ കഴിയുന്നത്? ഒരു കൊച്ചുകുട്ടിയെ നോക്കൂ, ജനിച്ച് വീഴുന്ന് അവൻ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുമ്പോൾ ഒരു 2-3 വയസ്സൊക്കെ ആകുമ്പോൾ അവനെ ജനിപ്പിച്ച അപ്പനോടും അമ്മയോടും ദേഷ്യപ്പെടുന്നത് അവനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണോ? സ്വന്തം അപ്പനെയും അമ്മയെയും കാലുകൊണ്ടോ കൈകൊണ്ടോ ചവിട്ടുന്നതും അതുപോലെ തന്നെ അവൻ ദേഷ്യപ്പെടുന്നതും കോപം ജനിപ്പിക്കുന്നതും ആ കൊച്ചുകുട്ടിയെ ആരെങ്കിലും പഠിപ്പിച്ചു വിട്ടതാണോ? സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന സമയമാകുമ്പോൾ ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ ഹൃദയത്തിൽ ജനിക്കുന്ന ഈ ദേഷ്യം, കോപം, ഇങ്ങനെയുള്ള വികാരങ്ങൾ അവൻ എങ്ങനെ ജനിച്ചു? പ്രിയമുള്ളവരെ, ഇത് കാരണം പാപമാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരും, ക്രിസ്ത്യാനി, പെന്തക്കോസ്, മുസൽമാൻ, ബുദ്ധൻ, ജൈനൻ, യഹൂദന്മാർ തുടങ്ങി ലോകത്തുള്ള 4000-ലധികം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. എല്ലാവരും ഈ ലോകത്തിൽ പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത്. പാപത്തോടു കൂടി ജനിക്കുന്ന മനുഷ്യൻ പാപമുള്ളത് കൊണ്ട് ആണ് ഈ ലോകത്തിലെ അകൃത്യങ്ങളും കുറ്റവാളികളും പെരുകുവാനുള്ള കാരണം. കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു, നക്ഷത്ര എന്ന് പറയുന്ന 6 വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം പിതാവ് കോടാലി കൊണ്ട് കഴുത്തിൽ വെട്ടിക്കൊന്നു. സ്വന്തം ചോരയിൽ പിറന്ന കൊച്ചുകുഞ്ഞിനെ കൊല്ലുവാൻ ആ പിതാവിനെ പ്രേരിപ്പിച്ച ഘടകമാണ് പാപം. സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് അവരെ കൊന്നതിന് ശേഷം കാമുകനോടുകൂടി ഒളിച്ചോടുവാൻ സ്വന്തം അമ്മയെ പ്രേരിപ്പിച്ച ഘടകം പാപമാണ്. സ്വന്തം മാതാപിതാക്കളെ വെട്ടിക്കൊന്ന് ഫ്രിഡ്ജിനകത്ത് കയറ്റി പൊടിച്ചു തിന്നുവാൻ ഒരു മകനെ പ്രേരിപ്പിച്ച ഘടകം പാപമാണ്. സ്വന്തം ചോരയിൽ പിറന്ന പെൺകുട്ടികളെ പോലും ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുവാൻ ഒരു പിതാവിനെ പ്രേരിപ്പിച്ച ഘടകം, പ്രിയമുള്ളവരെ, പാപമാണ്. സകല മനുഷ്യരും പാപത്തോടു കൂടിയാണ് ഈ ലോകത്തിൽ ഉരുന്നു വീണത്. പാപത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യ പാപത്തിന് പരിഹാരം ലഭിക്കാതെ അവന് മോക്ഷം ലഭിക്കാതെ ഇരിക്കുന്ന വ്യക്തിയാണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കെ മരിച്ച വ്യക്തി. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പാണ് യഹോവയായ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും
മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ശേഷം ദൈവം മനുഷ്യനോട്ട് ഒരു കാര്യം പറഞ്ഞു: നീ തോട്ടത്തിന്റെ നടുക്കുള്ള വൃക്ഷഫലം കഴിക്കരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത് മനുഷ്യനോക്ക് ദൈവം കൊടുത്ത കൽപ്പനയാണ്. എന്നാൽ സാത്താന്റെ, ഈ ലോകത്തിന്റെ നെഗറ്റീവ് എനർജി, പിശാചിന്റെ പ്രേരണയാൽ മനുഷ്യൻ പാപം ചെയ്തു, ദൈവം പറഞ്ഞ കൽപ്പനകൾ ലംഘിച്ചു. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നു. അപ്പോൾ മനുഷ്യന്റെ ഈ അകൽച്ചയാണ് പാപമെന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്നും അകന്ന മനുഷ്യൻ അങ്ങനെ പാപിയായി തീർന്നു. ഈ പാപം കൊണ്ടാണ് ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്നത്. ഈ പാപമുള്ളത് കൊണ്ടാണ് കൊലപാതകങ്ങളും എല്ലാം ചെയ്യുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഒരുവൻ ജനിച്ചു വീഴുമ്പോൾ പാപത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത്. അവന്റെ ആത്മാവ് മരിച്ചവനായിട്ടാണ് ഈ ലോകത്തേക്ക് വരുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു മനുഷ്യന് 3 ഘടകത്തോടു കൂടിയാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ടത്. മൃഗമുണ്ട്, പക്ഷിയുണ്ട്, നാൽക്കാലികളുണ്ട്, അപ്പോൾ തന്നെ ആകാശത്തിലെ പക്ഷികൾ, മത്സ്യങ്ങളുണ്ട്, തിമിംഗലങ്ങളുണ്ട്, ഇടജാതി രൂപങ്ങളുണ്ട്. ഇതെല്ലാം ഈ ലോകത്തെ പക്ഷി ജന്തുക്കളാണ്. ഇവരെ കൂടാതെ ഒരു ജീവിയാണ് മനുഷ്യൻ. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മൃഗങ്ങളെ പോലെയോ പക്ഷികളെ പോലെയോ മത്സ്യങ്ങളെ പോലെയോ അല്ല. മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള 3ാമത്തെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഘടകമാണ് അവന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ, മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി ആത്മാവാകുന്ന ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു. അങ്ങനെ അകന്ന മനുഷ്യനിൽ പാപം പ്രവേശിച്ചു. അങ്ങനെ മനുഷ്യന്റെ 3ാമത്തെ ഘടകമായ ആത്മാവ് മരിക്കപ്പെട്ടു. മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു, എങ്കിലും അവന്റെ ഉള്ളിലെ ആത്മാവ് മരിച്ചവനായിട്ടാണ് കിടക്കുന്നത്. ഇതാണ് പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മാനസാന്തരം സംഭവിക്കാത്ത ഒരു വ്യക്തിയുടെ ഉള്ളിലെ ആത്മാവ് എന്ന് പറയുമ്പോൾ മരിച്ചു കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. അന്ന് പണ്ട് ഏദനിൽ വെച്ച് ആദാമിനോട് ദൈവം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ അന്ന് ആദാം കഴിച്ചപ്പോൾ ആദാം മരിച്ചില്ല, പിന്നെയാണ് അവൻ മരിച്ചത്. അതാണ് ഭൗതികം മരണം. പക്ഷേ ദൈവം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷേ ആദാം മരിച്ചില്ല. എന്തുകൊണ്ട്? പ്രിയമുള്ളവരെ, ആ ആദാമിന്റെ അകത്തുള്ള ആത്മാവാണ് മരിച്ചത്. ഇതാണ് ജീവിച്ചിരിക്കെ മരിച്ച അവസ്ഥ. ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭൗതിക മരണത്തിന് ശേഷം അവന്റെ ആത്മാവ് ദൈവത്തിന്റെ സന്നിധിയിലെത്തുന്നു. അവൻ ന്യായവിധിക്ക് ശേഷം നരകത്തിലേക്ക് പോകുന്നു. ഇതാണ് അവന്റെ 2ാമത്തെ മരണം. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിക്ക് 2 മരണവും 2 ജനനവുമുണ്ട്. ഒരു വ്യക്തിക്ക് 2 മരണവും 2 ജനനവുമുണ്ട്. 1ാമത്തെ ജനനം അവന്റെ ഭൗതികമായിട്ടുള്ള ഈ ഭൂമിയിലെ ജനനം. 1ാമത്തെ മരണം അവന്റെ ഭൗതികമായിട്ടുള്ള അവന്റെ ശവശരീരം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്ന 1ാമത്തെ മരണം. ഒരു മനുഷ്യന്റെ 2ാമത്തെ മരണം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാതെ, യേശുക്രിസ്തു തിരുവെഴുത്തുകളിൽ പറഞ്ഞ സ്നാനം കൂടാതെ എടുക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ 2ാമത്തെ മരണം അവന്റെ ആത്മീയ മരണമാണ്. അവന്റെ ആത്മാവിനൊരു നിത്യതയുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് സകല മനുഷ്യനും. പെന്തക്കോസ്തുകാർക്കോ ക്രിസ്ത്യാനികൾക്കോ വേണ്ട. സഹോദരങ്ങളെ, സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, മരണത്തിന് ശേഷം മനുഷ്യനൊരു ജീവിതമുണ്ട്. മരണത്തിന്റെ ശേഷം മനുഷ്യന്റെ ഭൗതിക ശരീരം ഈ ലോകത്തിൽ നിന്നും ഒന്നുകിൽ ദഹിപ്പിച്ചു കളയുന്നു, ഇല്ലെങ്കിൽ നമ്മളിവിടേക്കാണെങ്കിൽ നേരെ അങ്ങ് കൊണ്ടുപോകും, ചുള്ളിമാൻ, നെടുമങ്ങാട്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പെട്ടിയിൽ നമ്മുടെ ശരീരം അടക്കപ്പെടും. നമ്മുടെ ശരീരം ഇതോടുകൂടി മണ്ണിൽ അലിഞ്ഞു ചേർന്നു. ഇനി നമുക്ക് വേറെ ശരീരമില്ല. പക്ഷേ നമ്മളിൽ നിന്നും വേർപെട്ടു പോകുന്ന 3ാമത്തെ ഘടകമാണ് നമ്മുടെ ആത്മാവെന്ന് പറയുമ്പോൾ. മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? ഇന്ന വ്യക്തി മരിച്ചുപോയി, രാഘവൻ മരിച്ചുപോയി, ജോൺസൺ മരിച്ചുപോയി എന്ന് പറയും. മരിച്ചുപോയി എന്ന് പറയുമ്പോഴും മരണ വീട്ടിൽ പോകുമ്പോൾ അവന്റെ ശരീരം അവിടെ കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും വേർപെട്ടു പോയ ഘടകം എന്താണ്? പ്രിയമുള്ളവരെ, അവന്റെ ശരീരം അവിടെ കിടക്കുമ്പോഴും നമ്മൾ പറയും, അവൻ പോയി. എവിടെയാ പോയത്? ആ പോയ ഘടകത്തിനെ പറയുന്ന പേരാണ് അവന്റെ ആത്മാവ്. ഒരു മൃഗത്തിനോ ഒരു പക്ഷിക്കോ ഒരു മത്സ്യത്തിനോ കൊടുക്കാത്ത സവിശേഷമായിട്ടുള്ള ഘടകമാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ. സത്യവേദ പുസ്തകം പറയുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില എന്ന് പറയുന്നത് സകല ലോകത്തെക്കാളും വലുതാണ്. സകല ലോകത്തെക്കാളും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുകേഷ് അംബാനിയുടെ വീടാണ്. 10,000 കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ വീട്. 4 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് അദാനിയുടെ വീട്. ലോകത്തിലെ ഇന്ത്യയിലെ നമ്പർ 1 പണക്കാരൻ.
27 നിലകളുള്ള വീട്, 4 ലക്ഷം സ്ക്വയർ ഫീറ്റ്, 12 ലിഫ്റ്റ്, ഇങ്ങനെ വളരെ ആഡംബരപൂർണമായിട്ടുള്ള വീടാണ് അദ്ദേഹത്തിനുള്ളത്. ആ വീടിനേക്കാൾ വലുതാണ് നമ്മുടെ ആത്മാവിന്റെ വില. ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്നവന്റെ വേദന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിവാഹം നടന്നത് നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. 1981 ചാൾസ് രാജകുമാരന്റെയും ഡയാന രാജകുമാരിയുടെയും വിവാഹം 900 കോടി രൂപ മുടക്കിയാണ് അവരുടെ വിവാഹം നടന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വസ്ത്രം എന്ന് പറയുമ്പോൾ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്ന കോലാലംപൂരിൽ ഒരു വസ്ത്രം ഡിസൈൻ ചെയ്തു. 220 കോടിയുള്ള ഒരു ഗൗൺ. ലോകത്തിലെ ഏറ്റവും വലിയ വസ്ത്രം, ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു മീൻ മുട്ട, കവാലിയർ എന്നറിയപ്പെടുന്ന മീനിന്റെ മുട്ട, 1 കിലോ. അരവണ പായസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അരവണ പായസം പോലെ ഒരു ടിന്നിൽ 1 കിലോ മീൻ മുട്ടയുടെ വില 65 ലക്ഷം രൂപ. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ, തിന്നുന്നതിനേക്കാൾ, ഡ്രസ്സിനേക്കാൾ, വീടിനേക്കാൾ, ഈ സകല ലോകത്തിനേക്കാൾ വലുതാണ് പ്രിയമുള്ളവരെ ഒരു വ്യക്തിയുടെ ആത്മാവ്. അത് താങ്കളുടെ ആയിരിക്കാം, എന്റേതായിരിക്കാം, ഈ കൊച്ചു കുഞ്ഞിന്റെ ആയിരിക്കാം. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില ഈ സകല ലോകത്തെക്കാളും വലുതാണ്. ആയതുകൊണ്ടാണ് ഈ ലോകത്ത് നമ്മൾ സമ്പാദിക്കുന്ന വിദ്യാഭ്യാസമോ പണമോ വീടോ, ഈ ലോകത്ത് സമ്പാദിക്കുന്ന സമ്പത്തോ എന്ത് തന്നെ ആയാലും, നഗ്നനായിട്ട് വന്ന മനുഷ്യൻ നഗ്നനായിട്ട് പോകുമ്പോൾ അവന്റെ സമ്പത്ത്, അവന്റെ പണം, അവന്റെ ബാങ്ക് ഡിപ്പോസിറ്റ്, അവന്റെ മൊബൈൽ ഫോൺ, സകലമാന കാര്യങ്ങളും ഈ ഭൂമിയിൽ തന്നെ അവൻ ഉപേക്ഷിച്ചു പോകുന്നു. അവൻ കൊണ്ടുവന്ന ഒരൊറ്റ സാധനം പോലും അവൻ തിരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല, ഒരൊറ്റ കാര്യമല്ലാതെ. അതാണ് അവന്റെ ആത്മാവ്. ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ ആത്മാവുള്ളവനായിട്ട് വന്നു, ഈ ലോകത്തിലേക്ക് പോകുന്നു അവൻ ആത്മാവുള്ളവനായിട്ട് ഈ ലോകത്തിലേക്ക് പോകും. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവത്തിന്റെ കയ്യൊപ്പുള്ള നമ്മുടെ ആത്മാവ്. പ്രിയമുള്ളവരെ, ഈ ആത്മാവ് മരിച്ചവനായിട്ടാണോ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കെ മരിച്ച വ്യക്തിയാണ്. ജീവിച്ചിരിക്കെ മരിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ പാപമോചനം സംഭവിക്കാതെ, ആത്മാവിന് മോക്ഷം കിട്ടാതെ, ആത്മാവിന് നിത്യത കിട്ടാത്ത ഒരു മനുഷ്യന്റെ ആത്മാവെന്ന് പറയുമ്പോൾ ജീവിച്ചിരിക്കെ മരിച്ചവനാണ്, അല്ലേ? പലരും പല മതങ്ങൾ പ്രകാരം മരണത്തിന് ശേഷം ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടി ബലികൾ ചെയ്യാറുണ്ട്. വർഷാവർഷമുള്ള ബലി, വർഷാവർഷമുള്ള പ്രാർത്ഥന, വർഷാവർഷമുള്ള കൂദാശകൾ, മറ്റുള്ള പ്രാർത്ഥനകൾ, മറ്റുള്ള കർമ്മങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മരണശേഷം ഒരാത്മാവിന് ചെയ്യുന്ന എന്തെങ്കിലും കർമ്മങ്ങൾ അവന് പാപമോചനം ലഭിക്കുന്നുണ്ടോ? അവന് നിത്യത ലഭിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവന് വേണ്ടി ചെയ്യുന്നതാണ്. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും നല്ല കാര്യം. മരണത്തിന് ശേഷം ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? ജീവിച്ചിരിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാം, മരണശേഷം അവന് ഡ്രസ്സ് എടുത്ത് കൊടുത്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആയതുകൊണ്ട് ഒരു വ്യക്തി അവന്റെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ ജനനം മുതൽ മരണം വരെയുള്ള സമയത്ത് അവൻ ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അവന്റെ ആത്മാവിന്റെ നിത്യത. ഒരു മനുഷ്യൻ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. ഇത് തന്നെയല്ലേ എല്ലാ പ്രാവശ്യവും സംഭവിക്കുന്നത്? 20-30 വർഷം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവകളെ മോടിയാക്കാൻ ശ്രമിക്കുന്നു. ഒരൊറ്റ ചോദ്യം: പൈസ ഉണ്ടാക്കുന്നു, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, വലിയ വീടുണ്ടാക്കുന്നു, വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു, സിനിമ കാണാൻ പോകുന്നു, ലോകത്തിലുള്ള സകലമാന കാര്യങ്ങളും ചെയ്യുന്നു, മക്കളെ കെട്ടിച്ചയക്കുന്നു, അതുപോലെ തന്നെ മക്കളെ പഠിപ്പിക്കുന്നു, വലിയ വലിയ ഉദ്യോഗസ്ഥരും ജോലിക്കാരെല്ലാം കേൾക്കുന്നു. ഇന്നില്ലെങ്കിൽ നാളെ നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ? മക്കൾക്ക് വേണ്ടിയിട്ടും അപ്പനമ്മമാർക്ക് വേണ്ടി സമ്പാദിക്കുന്ന പ്രിയമുള്ളവരെ, നാളെ നീ മരിച്ചാൽ നിന്റെ ആത്മാവ് എവിടെ? ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് അവന്റെ ആത്മാവിന്റെ രക്ഷ എന്ന് പറയുമ്പോൾ. ഈ ലോകത്ത് കടയിൽ നിന്നോ, വസ്ത്രത്തിൽ നിന്നോ, പണത്തിൽ നിന്നോ, സമ്പത്തിൽ നിന്നോ, വിദ്യാഭ്യാസത്തിൽ നിന്നോ, കോളേജിൽ നിന്നോ ഒന്നും നിത്യരക്ഷ ലഭിക്കില്ല. പ്രിയമുള്ള ആന്റിമാരെ, പ്രിയമുള്ള സഹോദരിമാരെ, നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ: കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവം. ആയതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കെ മരിച്ചവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒരിക്കൽ ജനിച്ചു, ഇനി നിങ്ങൾ മരിക്കാൻ പോകുന്നു. നിങ്ങൾ ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ന്യായവിധിയുണ്ട്. ആ മരണത്തിലേക്ക് പോകാതെ നിത്യജീവനിലേക്ക് വരുവാൻ രണ്ടാമതൊരു ജനനം നടക്കണം. ഒരു മനുഷ്യന് 2 മരണം, 2 ജനനം. ഒരു മനുഷ്യന്റെ രണ്ടാമത്തെ ജനനമായ
വീണ്ടും ജനനം പ്രാപിക്കുന്നതോടുകൂടി യേശു കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാത്ത ഒരുവനും സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ മരണം ജീവിച്ചിരിക്കെ മരിക്കുന്ന ഒരു വ്യക്തി മരണശേഷം ജീവിക്കണമെങ്കിൽ ഒരൊറ്റ വ്യവസ്ഥ മാത്രമേ ഉള്ളൂ. യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുക, തന്റെ പാപങ്ങളുടെ മോചനത്തിനായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുക. മറ്റൊരു വ്യക്തിയോടോ, മറ്റൊരു പുരോഹിതനോടോ, ഒരു പാസ്റ്ററിനോടോ, ഒരു വ്യക്തിയോടോ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ പാപമോചനം ലഭിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ അവനും ഒരു മനുഷ്യനല്ലേ. ഒരു മനുഷ്യന്റെ പാപം മറ്റൊരു മനുഷ്യന് മോചിപ്പിക്കുവാൻ കഴിയുന്നതല്ല. കാരണം സർവ്വ മനുഷ്യരും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അങ്ങനെ പാപിയായ ഒരു മതപുരോഹിതന്റെ അടുത്തോ പാപിയായ ഒരു മനുഷ്യനോ പാപപരിഹാരം ലഭിക്കുകയില്ല. പാപപരിഹാരം ലഭിക്കുവാൻ യേശു ക്രിസ്തുവിനോട് സ്വന്തം പാപങ്ങൾ ഏറ്റുപറയുക മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. ആയതുകൊണ്ട് ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യത എവിടെയാണ്? നമ്മുടെ നിത്യത എവിടെയാണ്? നമ്മുടെ നിത്യത എവിടെയാണ്? ആയതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനുള്ള ഒരൊറ്റ വഴി, ഏക വഴി ഇത് മാത്രമാണ്. നമ്മളൊരു ഗൾഫിലേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. സാധാരണ ടിക്കറ്റ് എടുക്കുമ്പോൾ പ്ലെയിനകത്ത് കയറി ഇരുന്നിട്ടല്ല ടിക്കറ്റ് എടുക്കേണ്ടത്. എവിടെയാണോ പോകേണ്ടത് എന്നുള്ള ടിക്കറ്റ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതുപോലെ നിത്യജീവൻ കരസ്ഥമാക്കേണ്ടത് മരണത്തിന് ശേഷം അല്ല. ഒരുവൻ അവന്റെ ശരീരത്തിലിരിക്കുമ്പോൾ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ അടുക്കും ചിട്ടയോടെ ചെയ്യേണ്ടതിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, നമ്മൾ ജനിച്ചു വീണപ്പോൾ മരിച്ച നമ്മുടെ ആത്മാവിന് നിത്യത ഒരുക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. വെള്ളത്താലും വചനത്താലും യേശുക്രിസ്തുവിൽ വീണ്ടും ജനിക്കാതെ ഒരു വ്യക്തിക്ക് രണ്ടാമത് ഒരു ജീവിതം ഇല്ല, നിത്യതയില്ല. മരിച്ചതിന് ശേഷം ജീവിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക, മാനസാന്തരം സംഭവിക്കുക. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തിക്ക് 2-ാം അധ്യായം ആധാരമാക്കിയാണ് ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുവാൻ ഇടയാകുന്നത്. ഒന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ, നമ്മളൊരു മനുഷ്യനാണ്. ദൈവത്തിന്റെ വചനം സുവിശേഷങ്ങളിലൂടെയോ ബൈബിളിലൂടെയോ വായിക്കുമ്പോൾ ദൈവം വചനമാണെന്ന് നമ്മൾ വചനം പഠിപ്പിക്കുന്നുണ്ട്. വചനമാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിലുള്ള ആത്മാവിനെ ഉണർത്തും. അങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരു ആത്മാവിന് ഇങ്ങനെ ജീവൻ വയ്ക്കുന്ന പ്രക്രിയയാണ് വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതിലൂടെ, യേശുക്രിസ്തുവിന്റെ വചനം വിശ്വസിക്കുന്നതിലൂടെ, വചന കേൾവിയിലൂടെ ഒരു മനുഷ്യന്റെ ആത്മാവിന് ജീവൻ വയ്ക്കുന്നതിനെ രണ്ടാം ജനനം, റീബർത്ത് ഇല്ലെങ്കിൽ വീണ്ടും ജനനം എന്ന് പറയുന്നു. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി ചെയ്യേണ്ട അടുത്ത കാര്യമാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുഴുവൻ സ്നാനം ലഭിക്കണം. ഇതാണ് ഒരു മനുഷ്യന് ദൈവം വച്ചിട്ടുള്ള വ്യവസ്ഥ. സ്നാനം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ചെയ്യണം. നമ്മൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യേശു കർത്താവ് മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും മരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് നമ്മൾക്ക് വേണ്ടി വേറൊരു വ്യക്തി മരിച്ചു. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, പാപം വന്നത് അനുസരണക്കേടുമുണ്ടാണ്. അങ്ങനെ പാപത്തിന്റെ ശമ്പളം മരണം. നമ്മളെല്ലാവരും മരിക്കേണ്ടിയിരുന്ന സ്ഥാനത്ത് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ പാപമില്ലാത്ത ഒരു വ്യക്തിയായ യേശുക്രിസ്തുവിന്റെ മേൽ അവരോധിക്കപ്പെട്ടു. അങ്ങനെ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു 2023 വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. താൻ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. ദൈവവുമായിട്ട് അടുക്കുവാൻ കഴിയാതിരുന്ന മനുഷ്യനെ അടുപ്പിക്കുവാൻ ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി, സ്വർഗത്തിനും ഭൂമിക്കും മധ്യസ്ഥനായി, ഏക മധ്യസ്ഥനായി യേശുക്രിസ്തു പിതാവിന്റെ അടുത്ത് നിന്നും പുത്രനായി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും കാണുവാൻ, നമുക്ക് സംസാരിക്കപ്പെടുവാൻ 1000 സൂര്യന്റെ ശോഭയുള്ള ദൈവം മനുഷ്യനായി തീർന്നു. അവൻ ദൈവമായിരിക്കെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ചവൻ സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തനായിരുന്നവൻ ഒന്നുമില്ലാതെ പുൽത്തൊഴുത്തിൽ ജാതനായി തീർന്നു. യേശുക്രിസ്തു ഈ ലോകത്ത് നമ്മൾക്കെല്ലാവർക്കും വേണ്ടി ജനിച്ചു. യജമാനനായിരുന്ന യേശുക്രിസ്തു ദാസനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, സർവത്തിന്റെയും സൃഷ്ടിതാവ് നമ്മളെപ്പോലെ ഒരുവനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ശിഷ്യന്മാരുടെ കാല് കഴുകുന്ന രീതിയിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി
ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ BJPക്കോ കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ നമ്മുടെ പാപങ്ങൾ മോചിക്കുവാൻ കഴിയില്ല. ഒരു ഗവൺമെന്റിനും ഒരു സ്കൂളിനും ഒരു ആശുപത്രിക്കും നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവറി ക്രൂശിലേക്ക് കയറി. യേശുക്രിസ്തുവിന്റെ മരണം നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു മരിച്ചത് 3 അവസ്ഥകളിലൂടെയാണ്. ഗബത്തായിൽ അവനെ അടിച്ചു, ഗോൽഗോത്തായിൽ അവനെ പിടിക്കപ്പെട്ടു, കാൽവറി ക്രൂശിൽ അവൻ തൂങ്ങപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് ഗോൽഗോത്തായിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും യേശുക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ യേശുക്രിസ്തുവിന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറിയ ഏറ്റവും വേദനാകരമായ അവസ്ഥ. ഈ ലോകത്തിന്റെ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രന്മാരായ നമ്മളെ പോലെയുള്ള മനുഷ്യർ നമ്മുടെ പാപങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ ചുമലിൽ ആരോപിക്കപ്പെട്ടപ്പോൾ ആ പാപത്തിന്റെ ഭാരത്താൽ യേശുക്രിസ്തുവിന്റെ വിയർപ്പ് തുള്ളികൾ പോലും രക്തത്തുള്ളികളായി മാറി. അങ്ങനെ പിതാവിനോട് പ്രാർത്ഥിച്ച ശേഷം യേശുക്രിസ്തുവിന്റെ 2 ശിഷ്യന്മാർ അവനെ തള്ളിപ്പറഞ്ഞു. അതിനുശേഷം റോമ ഗവൺമെന്റിന്റെ സാമ്രാജ്യത്തിന്റെ സഹായത്തോടു കൂടി 500-ലധികം പടയാളികൾ വന്ന് യേശുക്രിസ്തുവിനെ ഗെത്സമന തോട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് ഗബദായിലേക്ക് കൊണ്ടുപോയി. 40 അടികൾ. ചാട്ടവാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ചൂണ്ട കണ്ടിട്ടുണ്ട്. ചൂണ്ട ഒരു കയറിന്റെ അഗ്രത്തിൽ നിന്നും 5-6 ശാഖകളായി തിരിഞ്ഞിട്ട് എല്ലിന്റെ കഷ്ണങ്ങൾ, അതുപോലെ ഇരുമ്പ് കഷ്ണങ്ങൾ, ചൂണ്ട പോലെ കൊളുത്തുള്ള സംഭവങ്ങൾ, ഇതെല്ലാം ചുറ്റപ്പെട്ട ഒരു വടി. ഈ ഒരു കോലാട് ഇതുകൊണ്ട് യേശു കർത്താവിന്റെ ശരീരത്തെ അറുത്തു മൂറുകയായിരുന്നു. 1000 സൂര്യന്റെ ശോഭയുള്ള യേശു ക്രിസ്തു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഉടവുചാൽ കീർന്നത് പോലെ നമ്മുടെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ 40 അടികൾ അടിച്ചു. ഒരു മനുഷ്യനെ 40 അടികൾ അടിച്ചു കഴിഞ്ഞാൽ അവന്റെ എല്ലാ രക്തവും ഈ വാർന്നു തീർന്ന് അവന്റെ ശരീരം മരണം വഹിക്കേണ്ടതാണ്. എന്നാൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ കൊള്ളേണ്ട അടി ആ യേശു കർത്താവ് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റുവാങ്ങി. നമ്മുടെ ശാപത്തിന്റെ ശിക്ഷയായ മുൾക്കിരീടം, എന്റെ ഒരു കൈവിരലിനേക്കാൾ നീളമുള്ള മുൾക്കിരീടം യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ തലയിൽ വെച്ച് അടിക്കുകയുണ്ടായി. കമ്മട്ടി കൊണ്ട് അടിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ തലയോട്ടി പൊട്ടിച്ച് യേശുവിന്റെ കണ്ണിൽ കൂടി ഒരു മുള്ളു തറച്ചു വന്നു. പ്രിയമുള്ളവരെ, നമ്മൾക്കെല്ലാവർക്കും വേണ്ടിയാണ് യേശുക്രിസ്തു അവിടെ ത്യാഗം സഹിച്ചത്. അവിടെ ഗബദായിൽ നിന്നും യേശുക്രിസ്തുവിനെ ഗോൽഗോത്ത മലയിലേക്ക് കൊണ്ടുപോയി. 75 കിലോ ഭാരമുള്ള പൈൻമരക്കുരിശിൽ 3 കാലിനുംബാണികളുടെ സഹായത്തോടെ നമ്മൾക്ക് വേണ്ടി യേശുക്രിസ്തു അവിടെ തൂങ്ങിക്കിടക്കുന്നു. പാലസ്തീനായ പച്ചമണ്ണിൽ മനുഷ്യനും ദൈവത്തിനും മധ്യസ്ഥനായി നമ്മൾക്ക് എല്ലാവർക്കും രക്ഷ അവൻ അവിടെ കാണിച്ചിരിക്കുന്നു. ലോകത്തിന്റെ രക്ഷ, നമ്മുടെ എല്ലാവരുടെയും സ്നേഹം യേശു കർത്താവ് ലോകത്തിലേക്ക് കാണിച്ചിരുന്ന ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ മനസ്സലിവ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ കാൽവറി ക്രൂശിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് ആ കാൽവറിയിലേക്ക് നോക്കിയാൽ യേശു ക്രിസ്തുവിനെ കാണാം, ആ ക്രൂശിത രൂപം കാണാം. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എനിക്കും നിനക്കും വേണ്ടി, അമ്മമാരെ, ആന്റിമാരെ, സഹോദരന്മാരെ, നമ്മൾക്ക് വേണ്ടി നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ പോലും നമുക്ക് പാരയായിട്ട് നിൽക്കുമ്പോൾ, സ്വന്തം ഭാര്യയുടെ സ്നേഹം, സ്വന്തം മക്കളുടെ സ്നേഹം പോലും നമുക്ക് പാരയായിട്ട് നിൽക്കുമ്പോൾ, സ്വന്തം ചോരയിൽ പിറന്ന മക്കൾ നമ്മൾക്കെതിരെ സാക്ഷ്യം പറയുമ്പോൾ, നമ്മളെ അടിക്കുവാൻ വേണ്ടി കൈയൊങ്ങുമ്പോൾ, നമ്മുടെ സ്വന്തം മക്കൾ പോലും, സ്വന്തം മാതാപിതാക്കൾ പോലും നമ്മളെ സ്നേഹത്തോടു കൂടി സ്നേഹിക്കാൻ കഴിയുന്നപ്പോൾ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം. ഭർത്താവ് ഇല്ലെങ്കിൽ ഭാര്യ, ഈ ലോകത്തിന്റെ മരണത്തോടുകൂടി കുഴിക്കര വരെ മാത്രമേ ഒരു മനുഷ്യന്റെ സ്നേഹം തീരുകയുള്ളൂ. പക്ഷേ ഈ ലോകത്തിലെ സ്നേഹത്തിനും കുഴിക്കരയ്ക്ക് മരണാനന്തരമുള്ള ജീവിതത്തിനും നമ്മളെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരൊറ്റ സ്നേഹമാണ് അവന്റെ അവസാനത്തുള്ള രക്തവും മാംസവും നമുക്ക് വേണ്ടി തന്ന കാൽവറി ക്രൂശിൽ നമ്മൾക്കായി കാണിച്ചിരിക്കുന്ന, ഇപ്പോഴും ആ സ്നേഹം അവിടെയുണ്ട്. കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ചിരുന്ന ആ സ്നേഹം, ആ നീതി, ആ മനസ്സലിവ്, ആ കാരുണ്യം ഈ ലോകത്തിലെ ആർക്ക് ചെയ്യുവാൻ കഴിയും? ഈ വലിയ സ്നേഹത്തെ. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തെ നോക്കിക്കൊണ്ട് നിങ്ങൾ ആ കർത്താവിനെ സ്നേഹത്തോടുകൂടി വിശ്വസിച്ചു കഴിഞ്ഞാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു കർത്താവിനെ വിശ്വസിക്കുന്നത് അവൻ രോഗസൗഖ്യം ചെയ്യുന്നത് കൊണ്ടല്ല. 37-ലധികം അത്ഭുതങ്ങൾ ദൈവം ചെയ്തു, അന്നദാനങ്ങൾ ദൈവം ചെയ്തു, രോഗസൗഖ്യം നൽകി ചെയ്തു, കുരുടർക്ക് കാഴ്ച നൽകി, കേൾവിയില്ലാത്തവർക്ക് കേൾവിശക്തി നൽകി, സംസാരിക്കാത്തവർക്ക് സംസാരശക്തി നൽകി, കുരുടനെയും കുഷ്ഠനെയും സൗഖ്യമാക്കി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് രോഗികളെ സൗഖ്യമാക്കാനല്ല,
യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ സമ്പത്ത് തരാനോ വീട് തരാനോ കാർ തരാനോ അല്ല. പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കെ മരിച്ചവരായ നമ്മൾക്ക് നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി, മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്, ആ കാൽവറി ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി മരിക്കുവാനാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ഈ വസ്തുത നിങ്ങൾ മറന്നു പോകരുതേ. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മറന്നു പോയാലും എന്തൊക്കെ വേർപെട്ടാലും യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുതേ, അത് സ്മരിക്കരുതേ. ആ യേശുവിനോട് ചേരുവാൻ ഈ സ്നാനമേറ്റേ മതിയാകൂ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഇന്നും നമ്മുടെ മധ്യത്തിൽ അധിവസിക്കുന്നു. അന്ന് 2023 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു കാൽവറിയിൽ മരിച്ചു എങ്കിൽ, അവന്റെ കല്ലറ അവിടെ അടഞ്ഞു തന്നെ കിടന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് പ്രസംഗിക്കില്ലായിരുന്നു. കാരണം മൂന്നാമത്തെ ദിവസം മരണത്തെയും ജയിച്ച് സാത്താനെയും ജയിച്ച് ഇന്നും നമ്മുടെ മധ്യത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അതാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന യേശുക്രിസ്തു എന്ന ഏക സത്യ നിത്യ ദൈവം. പ്രിയമുള്ളവരെ, പല രാജാക്കന്മാരുടെയും കല്ലറകൾ ഇന്ന് തന്നെ അടഞ്ഞു കിടക്കുന്നു, ഇല്ലേ? മഹാത്മാഗാന്ധിയുടെ കല്ലറ അടഞ്ഞു കിടക്കുന്നു, അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ കല്ലറ അടഞ്ഞു കിടക്കുന്നു, ലോകത്തിലെ പ്രഗത്ഭരായുടെ എല്ലാവരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു. പക്ഷെ ഇന്നും തുറന്നു കിടക്കുന്ന ഒരു കല്ലറ അങ്ങ് പാലസ്തീനായിലുണ്ട്. യേശുക്രിസ്തുവിന്റെ കല്ലറ അവിടെ തുറന്നു കിടക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കെ മരിച്ചവരായ നിങ്ങൾക്ക് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ജീവിക്കണമെങ്കിൽ ഒരൊറ്റ വ്യവസ്ഥ, ഒറ്റ വഴി. നമുക്കിവിടെ നെടുമങ്ങാട് വരെ പോകണമെങ്കിൽ ഒരുപാട് വഴിയുണ്ട്. കരിപ്പൂര് വഴി പോകാം, ചുള്ളിമാൻഡി വഴി പോകാം, പുലിപ്പാറ വഴി പോകാം. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പോകാൻ ഒരൊറ്റ വഴി യേശുക്രിസ്തുവിലൂടെ മാത്രം. യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെയുള്ള വിശ്വാസത്തിൽ മാത്രം കാൽവറി തൂങ്ങിക്കിടക്കുന്ന യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുക. ഹൃദയത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുക, മാനസാന്തരപ്പെടുക. യേശുക്രിസ്തു പറഞ്ഞു തന്ന മാതൃക പ്രകാരം അനേകം സ്നാനങ്ങൾ ഇവിടെ ഉണ്ട്. കൊടിക്കീഴിലെ സ്നാനം, ജ്ഞാനസ്നാനം, തളിപ്പ് സ്നാനം, ഒരു യേശുവിൻ നാമത്തിലുള്ള സ്നാനം. ഇതൊന്നുമല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്ന വ്യക്തിയും സ്നാനാർത്ഥിയും വെള്ളത്തിൽ ഇറങ്ങി ഉച്ചി മുതൽ കാൽ വരെ വെള്ളത്തിൽ ഇറങ്ങുന്ന നിമജ്ജന സ്നാനമാണ് യേശുവിനോട് ചേരുവാൻ, അവന്റെ ക്രൂശുമരണത്തോട് അനുരൂപമാകുവാൻ. നമ്മുടെ പാപപ്രവൃത്തികൾ രാഗമോഹങ്ങളോടുകൂടി യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതുപോലെ നമ്മുടെ പാപപ്രവൃത്തികളും യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുന്നതാണ്. പ്രിയമുള്ളവരെ, സ്നാനം കഴിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരുവൻ ഇങ്ങനെയാണ് സ്നാനപ്പെടുന്നത്, ശവപ്പെട്ടിയിൽ കിടക്കുന്നത് പോലെ. അവന്റെ പാപപ്രവൃത്തികൾ യേശുക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെടുകയാണ് ചെയ്തത്. വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ അവനൊരു പുതിയ മനുഷ്യനായിട്ട് കിടന്നു. അതാണ് വീണ്ടും ജനനം പ്രാപിച്ച രണ്ടാമത് ജനിച്ച ഒരു വ്യക്തിയുടെ പ്രകടമായ കാര്യം. അതാണ് സ്നാനം. സ്നാനാനന്തരം ഒരു വ്യക്തി ചെയ്യേണ്ടത് യേശുക്രിസ്തുവിന്റെ അപ്പം നുറുക്കാൻ കർത്തൃമേശ ആചരിക്കുക, പ്രാർത്ഥന കഴിക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുക. ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തിക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട്. ഒന്നുകിൽ നരകം, ഇല്ലെങ്കിൽ സ്വർഗം. സ്വർഗത്തിൽ പോകാന്റെ വഴിയാണ് ഞങ്ങൾ പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. രക്ഷിക്കപ്പെടുക, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക, സ്നാനം കഴിക്കുക, കർത്തൃമേശ ആചരിക്കുക, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കൈക്കൊള്ളുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനുള്ള സ്നാനമാണ് ഏറ്റവും വലിയ കാര്യം. മറ്റുള്ള സ്നാനങ്ങളല്ല. വേദപുസ്തകം പറഞ്ഞ, ദൈവം പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അംഗീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഒരൊറ്റ ജീവിതം മാത്രമേ നമുക്കുള്ളൂ. ഒരു മനുഷ്യന്റെ ജീവിതം, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി ആദ്യത്തെ 15 വർഷം അവന് വിദ്യാഭ്യാസം, അതിനുശേഷം അവൻ ഡിഗ്രി തലങ്ങളിൽ പഠിക്കുവാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം അവൻ ജോലിക്ക് പോകുന്നു, ജോലി സമ്പാദിക്കുന്നു, വീട് സമ്പാദിക്കുന്നു, കാറ് സമ്പാദിക്കുന്നു, സകലം സമ്പാദിക്കുന്നു. പക്ഷേ നിത്യരക്ഷ പ്രാപിക്കുവാൻ ഈ ലോകത്തിൽ നിന്ന് ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് യേശു കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട്, യേശു കർത്താവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്കൊരു ജീവിതമുണ്ട്. അത് മറക്കിക്കളയരുതേ. നമ്മുടെ മരണാനന്തര ജീവിതത്തിന് ശേഷം, ഇന്നില്ലെങ്കിൽ നാളെ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് എല്ലാവരും മാറ്റപ്പെട്ടു പോകേണ്ടതാണ്. ആയതുകൊണ്ട് ഒരൊറ്റ കാര്യം, മാറ്റപ്പെട്ടു പോകുമ്പോൾ നീ സമ്പാദിച്ചതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. ഒരു മൊട്ടുസൂചി പോലും മനുഷ്യ
സഹോദരങ്ങളെ, ഒരു മുട്ടുസൂചി പോലും നമ്മൾ കൊണ്ടുപോകാൻ കഴിയില്ല എങ്കിൽ പോകുന്ന ആത്മാവിന്റെ കൂടെ ഒരു ആത്മാവിന്റെ വില സകല ലോകത്തെക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് മുമ്പേ യേശു ക്രിസ്തുവിലൂടെയുള്ള നിത്യരക്ഷ കരസ്ഥമാക്കുവാൻ ഒരവസരം കൂടി തരികയാണ്. ഒരവസരം കൂടി ദൈവം നമുക്ക് തരികയാണ്. നാളെ ഇല്ലെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? 25 വയസ്സായ കുട്ടികൾ വരെ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് തീരുകയാണ്. നമുക്ക് നമ്മുടെ ആയുസ് എത്രത്തോളം ഉണ്ട് നമുക്ക് പറയാൻ കഴിയത്തില്ല. ആയതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പ്രസ്താവിക്കാനുള്ളൂ. ഒരു മുട്ടുസൂചി പോലും കൊണ്ടുപോകാൻ പറ്റില്ല എങ്കിൽ നിത്യരക്ഷ അത് ആജീവനാന്ത കാലമാണ്. മരണത്തിന് ശേഷം ഒരാത്മാവിന് വിലയുണ്ട്. പട്ടിയുടെയും പൂച്ചയുടെയും മീനിന്റെ ചാവുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് നശിച്ചു പോകുന്നു. പക്ഷേ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് മരണമില്ല. അവന്റെ ശരീരത്തിന് മാത്രമേ മരണം ഉള്ളൂ. അവന്റെ ആത്മാവിന് മരണം ഇല്ല. മരിച്ചതിന് ശേഷം ശവപ്പെട്ടിയിൽ അടക്കുന്ന നമ്മുടെ ശരീരം പോയി. 2000-3000 രൂപയ്ക്ക് ഫേഷ്യലും 2000-3000 രൂപയ്ക്ക് മുടി, നമ്മൾ ഹെയർ സ്റ്റൈൽ എല്ലാം ചെയ്തിരിക്കുന്ന മുടി മരണത്തോടു കൂടി 4-5 മണിക്കൂർ കഴിയുമ്പോൾ ദഹിച്ചു തുടങ്ങുന്നു, പുഴുവരിക്കാൻ തുടങ്ങുന്നു നമ്മുടെ ശരീരം. പക്ഷേ നശിക്കാത്ത ഒരു ഘടകമാണ് ആത്മാവ്. അതുകൊണ്ടാണ് ഒരു മൃഗത്തിനോ ഒരു പക്ഷിക്കോ ഒരു രൂപത്തിനോ ഈ നോവലുകളോ സിനിമയോ കണ്ടാൽ അതിന് രസിക്കാൻ പറ്റാത്തതിന് കാരണം മനുഷ്യന് മാത്രമേ സിനിമയും സീരിയലും അതുപോലെ തന്നെ നോവലൊക്കെ രസിക്കാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? മനുഷ്യന് ആത്മാവുള്ളത് കൊണ്ടാണ്. പാപമോചനം മനസ്സ് ഒരു മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു വീടുണ്ടാക്കുവാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മനുഷ്യന് വേണ്ടി നൽകിയിട്ടുള്ള ആത്മാവിനെ നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നു. ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ഒരൊറ്റ ചോദ്യത്തോടു കൂടി ഞങ്ങൾ ഇത് അവസാനിപ്പിക്കുന്നു. നാളെ താങ്കൾ മരിച്ചാൽ താങ്കളുടെ ആത്മാവ് എവിടെ? നരകത്തിലോ സ്വർഗത്തിലോ? ഈ ക്രിസ്തീയ മതം മാത്രമല്ല, ലോകത്തിലെ സകല മതങ്ങളും പഠിപ്പിക്കുന്നത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നാണ്. എന്നാൽ മരണത്തിന് ശേഷം ആ ജീവിതം പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്നുള്ള ഈ ഉലകത്തിൽ പ്രസ്താവിക്കപ്പെടുന്ന ഒരൊറ്റ പുസ്തകം, അതാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം. അത് പറയുന്ന ഒരൊറ്റ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുക. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷ ഈ ലോകത്തിലില്ല. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ നിങ്ങൾ മറ്റുള്ള അമ്പലങ്ങളിലോ മറ്റുള്ള പള്ളികളിലോ മറ്റുള്ള ദേശങ്ങളിലോ മറ്റുള്ള ദൂരസ്ഥലങ്ങളിലുള്ള ആലയങ്ങളിലോ എവിടെ പോയിട്ടും കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന് ഹൃദയത്തിനകത്ത് താമസിക്കുവാൻ കഴിയുന്ന ഒരുവനെയാണ് ഞങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അന്നദാനം ചെയ്തതുകൊണ്ടോ നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ നമ്മുടെ വീട് ജപ്തി ഇല്ലെങ്കിൽ പണയം ചെയ്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്തതുകൊണ്ടോ നമ്മുടെ 2 കാലും 2 കൈയും ദാനം ചെയ്തതുകൊണ്ടോ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പുണ്യപ്രവൃത്തികൾ കൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊന്നും സ്വർഗരാജ്യം കണി പോലും കാണത്തില്ല. പണമുള്ളവർ സ്വർഗരാജ്യത്തിൽ പോകുമെങ്കിൽ അംബാനിയും അദാനിയും ഒക്കെ പോകുമായിരുന്നു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ലോകത്തിലേക്ക് ഇറങ്ങി വന്ന പാവങ്ങളായ നമ്മളെ വേണ്ടി നമ്മൾക്ക് വേണ്ടിയിട്ടാണ്. ആയതുകൊണ്ട് ആ പാവങ്ങളായ നമ്മൾക്ക് ഈ ലോകത്തൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെങ്കിലും, ലോകത്ത് അസുഖമുള്ള ഒരു വ്യക്തിയാണെങ്കിലും, ഇന്നേ വരെ സമാധാനം അനുഭവിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയാണെങ്കിലും, ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയാണെങ്കിലും, പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ നീ അവൻ്റെ മഹത്വം കാണും. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷയില്ല. ഞങ്ങൾ ഊന്നി പറയുന്നു. ഞങ്ങൾ ഇവിടെ ദേശത്ത് ഇത്രയും കൺവെൻഷൻ, ഇത്രയും പരസ്യങ്ങൾ നടന്ന ഒരു സ്ഥലം ഈ ലോകത്ത് ഈ ഒരു ഭാഗത്ത് വേറെ കിട്ടില്ല. ഈ ലോകത്ത് പല ദിവസങ്ങളിലും പരസ്യങ്ങൾ നടന്ന ഒരു സ്ഥലമാണ്. ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ മഴക്കാലത്ത് പോലും ഞങ്ങളെ ഇവിടെ ദൈവം പറഞ്ഞയച്ചത്. അതുകൊണ്ട് യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടാണ് യേശു കർത്താവ് നമ്മൾക്ക് വേണ്ടി മരിച്ചത്. വീണ്ടും ഈ യാഥാർത്ഥ്യം നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്നത് നിങ്ങളിൽ ആരോ ചിലര് ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് പകർന്നു കൊടുക്കുക. പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് കൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണം ഒന്നിന്റെ തുടക്കം മാത്രമാണ്. ഒന്നിന്റെ പാലമാണ് മരണം എന്ന് പറയുമ്പോൾ മറ്റൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ആ മനുഷ്യൻ വിചാരിക്കുന്നു ഇനി ഒരു ജീവിതമില്ല എന്ന്. പക്ഷേ 9 മാസം കഴിഞ്ഞ് ആ കുഞ്ഞ് പുറത്തു വരുമ്പോൾ അവൻ മനോഹരമായിട്ടുള്ള ഒരു ഭൂമി കാണുകയാണ്. അവൻ വിചാരിക്കുന്ന ഈ ഭൂമിയാണ് ഏറ്റവും വലുത്, ഈ ഭൂമി കഴിഞ്ഞാൽ വേറൊന്നുമില്ല. ഗർഭപാത്രത്തിന്റെ അകത്തൊരു ലോകം, ഭൂമിക്കകത്തൊരു ലോകം. പക്ഷേ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയാൽ അവൻ മറ്റൊരു ലോകത്തേക്ക് എത്തും. ഒന്നുകിൽ നരകം,
ഇല്ലെങ്കിൽ സ്വർഗം. ആയതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പ്രാപിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുക. ജീവിച്ചിരിക്കെ മരിച്ചവരാണോ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുക? മരണശേഷം നിങ്ങൾക്ക് ജീവിക്കാൻ, മരണശേഷം ഒരു ജീവിതമുണ്ട്. 2 മരണം, 2 ജീവിതത്തെ കുറിച്ച് നിങ്ങൾ പ്രസ്താവിക്കാനിടയായി. രണ്ടാമത്തെ മരണത്തിലേക്ക് പ്രവേശിക്കേണ്ട എങ്കിൽ നിങ്ങൾ രണ്ടാമത് ജനിക്കണം, വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരൊറ്റ വഴി വെള്ളത്താലും ആത്മാവിനാലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്ന ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ മണിയങ്കോട് ദേശത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് പാർക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം നൽകണമേ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം പേർ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും ഈ ഒരു മരണത്തിന് മുമ്പേ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് മാനസാന്തരം സംഭവിച്ച് ഈ കർത്താവിന്റെ പേരിൽ സ്നാനപ്പെട്ട് കർത്താവേ, ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാകാതെ മരണാനന്തര ജീവിതത്തിന് വേണ്ടി കരുതപ്പെടുവാൻ കർത്താവ് അനേകം പേരുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലുടെയും യേശുക്രിസ്തുവിന്റെ സമാധാനം വരട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.